സംസ്ഥാനത്തെ വീണ്ടും നിപ്പ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നിപ്പ രോഗം എന്താണെന്നും അതിന്റെ സാധ്യതകളും ലക്ഷണങ്ങളും പരിശോധിക്കാം. ഹെനിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിഡോ ഫാമിലിയിലെ അംഗമാണ്. ഇത് RNA വൈറസ് ആണ്. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ്പ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരുന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. രോഗബാധിതരെ പരിചരിക്കുന്നവർക്കും രോഗം ബാധിക്കാൻ സാധ്യതയേറെയാണ്. പനിയോടൊപ്പം തലവേദന, ജന്നി, പിച്ചുമ്പയും പറയുക, ചുമ, ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ എന്നിവയിൽ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെടാം. ശ്വാസകോശ സംബന്ധിയായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കൂടുതലാണ്. രോഗതീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാമെന്നതും നിപ്പ രോഗത്തിന്റെ പ്രത്യേകതയാണ്. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് 4 മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാകാം. രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ എടുത്തേക്കാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗബാധയുള്ള വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീർ എന്നിവ മനുഷ്യ ശരീരത്തിലെത്തിയാൽ രോഗത്തിന് കാരണമാകും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ കഴിവതും പോകരുത്. വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ കൃത്യമായി മരുന്നില്ല. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക മാത്രമാണ് രോഗത്തെ അകറ്റി നിർത്തുവാനുള്ള ഏക മാർഗം.